ഇനി ശിവഭക്തിയായ പിങ്കളയുടെ കഥയാണ് കേട്ടോ അടുത്തത് പറയാൻ പോണത്. പിങ്കള നല്ല സ്വഭാവമുള്ളൊരു സ്ത്രീ ആയിരുന്നില്ല. അവൾക്ക് എന്താണെന്ന് വെച്ചാൽ നാട്ടിലുള്ള എല്ലാവരും ആൾക്കാർ പോകുമ്പോൾ, ആണെന്നല്ല പെണ്ണെന്നല്ല, അങ്ങനെ പോകുമ്പോൾ അവരെ കയ്യിൽ ആഭരണങ്ങളുണ്ടോ സ്വത്തുണ്ടോ മിക്കതും ആണുങ്ങളോടാണ് അവൾക്ക് കൂടുതൽ പ്രിയം. അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അവൾ കൊട്ടാരം പോലത്തെ വീടാണ് പണിതിരിക്കുന്നത്. അങ്ങനെ കൊട്ടാരം പോലുള്ള വീടിൻ്റെ മുന്നിൽ കയറി നിൽക്കും. ഇങ്ങനെ റോട്ടിൽ കൂടെ ആരെങ്കിലുമൊക്കെ പോകണ്ടെങ്കിൽ അവരെ മടി വിളിച്ച് അവരെ കയ്യിലുള്ള ആഭരണങ്ങൾ സ്വത്തുക്കളൊക്കെ. അന്നത്തെ കാലത്തെ കോടീശ്വരത്തിയാണ് ഈ പിങ്കള എന്ന് പറഞ്ഞൊരു സ്ത്രീ. എന്നാൽ ശിവഭക്തി ഒന്നും അങ്ങോർക്ക് ഉണ്ടായിരുന്നില്ല. ആൾക്ക് കാശ് കിട്ടുക അങ്ങനെ. ഒരു ദിവസം എന്താണെന്ന് വിചാരിച്ച, ഒരു ദിവസം ഇവള് കാത്തിരുന്നു. കാലത്തൊട്ട് കാത്തിരിക്കുകയാണ്. ഇത്തിരി പ്രായമായി. കാത്തിരുന്ന് ആരും വരുന്നില്ല. ഒരാൾ പോലും ഇവരെ കാണാനായിട്ട് വരുന്നില്ല. ഇവരോട് വെറുപ്പ് കാണിക്കണം മനുഷ്യന്മാരെല്ലാവരും. ഇവളിങ്ങനത്തെ ചീത്ത സ്ത്രീയാണല്ലോ എന്നുള്ള ഇതിൽ നമ്മളതിലിപ്പോൾ ആ ഭാഗത്തുകൂടെ പോവില്ല. അങ്ങനെ പോവാണ്ടായപ്പോൾ പെട്ടെന്ന് ഇവൾക്കൊരു ശിവഭക്തി വരികയാണ്. ശിവഭക്തി എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ദൈവമേ, ഞാൻ ഈ കാത്തിരുന്ന നേരം കൊണ്ട് ശിവനെ വിളിച്ചിരുന്നെങ്കിൽ ഭഗവാന്റെ കാൽക്കൽ എൻ്റെ എല്ലാ ശരീരവും അർപ്പിച്ചിരുന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ട കാലം ഞാൻ ഉറങ്ങിയിട്ടില്ല. രാത്രി ഉറക്കില്ല, പകലുറക്കില്ല. ആൾക്കാർ വരും, അവരെ നിന്നൊക്കെ ഇങ്ങനെ എങ്ങനെയെങ്കിലും അവരെ പിടിച്ച് പറിച്ച് വാങ്ങിച്ച് അവരെങ്ങനെ ഒന്നുമില്ലാണ്ടാക്കിയാണ്ട് വിടുക. അതാണ് ഇവരെ സ്വഭാവം. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഇവരെ ആലോചിക്കുകയാണ് കാലത്ത് തൊട്ട്, ഇന്നാരും വന്നില്ലല്ലോ. അപ്പോഴാണ് ശിവഭഗവാന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. ശിവഭഗവാന്റെ മനസ്സിൽ ഇങ്ങനെ വന്നപ്പോൾ ഭഗവാനെയും പാർവതി ദേവിനെയൊക്കെ ആലോചിക്കുകയാണ്. ദൈവമേ, ഞാൻ ഈ കാത്തിരുന്ന് ഭഗവാനെ 4 നാമം ചൊല്ലിയിരുന്നെങ്കിൽ എനിക്ക് എത്ര സന്തോഷകരമായിരുന്നേനെ എന്ന് പറയണം. അത്ര സന്തോഷമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയേനല്ലോ. കണ്ട വർഷം പ്രായാവണ വരെയും ഞാൻ ഇങ്ങനെ ആൾക്കാരെ കാത്തിരുന്നു. ഇപ്പം ഇന്നത്തെ ദിവസം ഒരാൾ പോലും ഇല്ല. എനിക്ക് എന്തിനാണ് ഈ വീട്, എന്തിനാണ് ഈ സ്വത്തുക്കൾ? എല്ലാം ഭഗവാന് സമർപ്പിച്ച് 4 നാമം എത്തിച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നേനെ എന്നിങ്ങനെ പിങ്കള ചിന്തിക്കുകയാണ്. ചിന്തിച്ച് അവൾ പിന്നെ ശിവനാമം ചൊല്ലാൻ ഓം നമ ശിവായ, ഓം നമ ശിവായ അങ്ങനെ ചൊല്ലി അന്നത്തെ ദിവസം പിങ്കള സന്തോഷത്തോടു കൂടിയിട്ട് ഉറങ്ങാണ്. രാത്രി സമാധാനത്തോടു കൂടി കണ്ട കൊല്ലം ഉറങ്ങാത്ത ഉറക്കം കൊടുക്കുകയും ലാസ്റ്റ് ഭഗവാൻ ശിവൻ ശിവലോകത്തേക്ക് സന്തോഷത്തോടെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതാണ് പിങ്കളയുടെ കഥ. നമ്മൾ കൃഷ്ണനായാലും ശിവനായാലും എല്ലാവരും നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഉറക്കൊന്നും ചൊല്ലണ്ട, നമ്മൾ ചൊല്ലണത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു സമാധാനം സന്തോഷം ഒക്കെ കിട്ടും. ഞാൻ ഇതേപോലെ തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ ചൊല്ലൊന്നുമില്ല. പക്ഷെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകട്ടോ, ശിവൻ്റെ അമ്പലങ്ങളിലൊക്കെ പോവും. പക്ഷെ വലിയ ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇത്തിരീശം അങ്ങനെ വന്ന് തുടങ്ങണുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അനിത ശങ്കരനാരായണൻ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.